KMIC നാടിന്റെ ചലനങ്ങൾ കൺമുന്നിൽ കാണാം, വാർത്താവിശേഷത്തിൻ ചെപ്പു തുറക്കാം. KMIC ന്യൂസ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കേരള മലബാർ ഇസ്ലാമിക് ക്ലാസ് റൂം KMIC TV പ്രേക്ഷകർക്കും റേഡിയോ ശ്രോതാക്കൾക്കും KMIC ന്യൂസിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് ജലീൽ മടവൂർ. പ്രധാന വാർത്തകൾ. അകക്കണ്ണിന്റെ ഖുർആൻ വെളിച്ചം ലോകത്തിനു പകരാൻ ത്വാഹ മഹബൂബ് UAE-യിലേക്ക്. അന്താരാഷ്ട്ര ഖുർആൻ പാരായണ മത്സരത്തിൽ 160 രാജ്യങ്ങളിൽ നിന്നുള്ളവർ പങ്കെടുക്കും. മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി KPA മജീദിന്റെ ലേഖനം ലീഗിന് തന്നെ തിരിച്ചടിയാകുന്നു. ലീഗ് RSS BJP ബന്ധം തുറന്നുകാട്ടി സോഷ്യൽ മീഡിയ. മജീദിന്റെ ലേഖനം അവജ്ഞയോടെ തള്ളിക്കളയുന്നുവെന്ന് മുസ്ലിം ജമാഅത്ത്. മലപ്പുറത്ത് ലീഗിന്റെ അടിത്തറ തകർന്നു തുടങ്ങിയെന്ന് കോടിയേരി ബാലകൃഷ്ണൻ. എല്ലാ മുസ്ലിങ്ങളും ലീഗല്ലെന്ന് മനസ്സിലാക്കണം. ഹംസക്കുട്ടിയുടെ കൊലപാതകം ആസൂത്രിതം. കോഴിക്കോട് മലാപ്പറമ്പ് സ്കൂൾ അടച്ചുപൂട്ടി. ഹൈക്കോടതി ഉത്തരവ് പ്രകാരമാണ് നടപടി. സ്കൂൾ സർക്കാർ ഏറ്റെടുക്കും. ജനങ്ങളെ ദ്രോഹിക്കുന്നതും അഴിമതിയും അനുവദിക്കില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഉമ്മൻചാണ്ടിയെ UDF ചെയർമാനാക്കാൻ മുന്നണി യോഗത്തിൽ തീരുമാനം. ഭാരതത്തെ കോൺഗ്രസിൽ നിന്ന് മുക്തമാക്കി. ഇനി മുസ്ലിങ്ങളില്ലാത്ത ഇന്ത്യയാണ് ലക്ഷ്യമെന്ന് VHP നേതാവ് സാദ്വീപ് റാജി. അകക്കണ്ണിന്റെ ഖുർആൻ വെളിച്ചം ലോകത്തിനു പകരാൻ ത്വാഹ മഹബൂബ് ഇന്ന് ദുബൈയിലേക്ക്. പുണ്യമാസത്തിൽ തന്നെ തേടിയെത്തിയ അപ്രതീക്ഷിത അവസരത്തിൽ സന്തോഷത്തിലാണ് ത്വാഹ. റമളാനിൽ ദുബൈയിൽ വെച്ച് നടക്കുന്ന 20ാമത് രാജ്യാന്തര ഖുർആൻ മത്സരത്തിൽ പങ്കെടുക്കാനുള്ള അസുലഭ അവസരമാണ് മലപ്പുറം തിരൂർ സ്വദേശി ത്വാഹ മഹബൂബിനെ തേടിയെത്തിയത്. 23 വയസ്സാണ്. ലോകത്തെ 160 രാജ്യങ്ങളിൽ നിന്നുള്ളവർ മത്സരത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ഇതിൽ കാഴ്ച വൈകല്യമുള്ള ഏക മത്സരാർത്ഥി ത്വാഹയായിരിക്കും. ലോകത്തെമ്പാടു നിന്നും ഖുർആൻ മനഃപ്പാടമാക്കിയ പ്രതിഭകൾ സംഗമിക്കുന്ന അവാർഡ് വേദിയിൽ അകക്കണ്ണിന്റെ വെളിച്ചം കൊണ്ട് ത്വാഹ വിസ്മയം തീർക്കുമെന്ന് അധ്യാപകരും സുഹൃത്തുക്കളും അടിവരയിടുന്നു. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم. ചെറുപ്പം മുതൽ ഖുർആൻ പാരായണം നടത്തിവരുന്ന ത്വാഹ അവിടെ നിന്ന് വിശുദ്ധവേദം മനഃപ്പാടമാക്കിയത് ഏറെ വ്യത്യസ്തതകളോടെയാണ്. സാധാരണഗതിയിൽ കാഴ്ചയില്ലാത്തവർ മറ്റുള്ളവർ പാരായണം ചെയ്യുന്നത് കേട്ടാണ് പഠിക്കുന്നത്. എന്നാൽ ത്വാഹ ബ്രൈൽ ലിപിയിലുള്ള ഖുർആൻ ഉപയോഗിച്ചാണ് പഠനം പൂർത്തിയാക്കിയത്. മഅദിൻ അന്ധവിദ്യാലയത്തിൽ നിന്ന് ബ്രൈൽ ലിപി സ്വായത്തമാക്കിയത് തന്റെ ഖുർആൻ പഠനത്തിന് ഏറെ സഹായകമായെന്ന് ത്വാഹ സാക്ഷ്യപ്പെടുത്തുന്നു. ബ്രൈൽ ലിപിയിലായിരുന്നു പഠിച്ചത്. പിന്നെ ഹൃദയസ്ഥമാക്കിയത് അവിടെ എന്നെ പഠിപ്പിച്ച സാറന്മാരുടെയും ടീച്ചർമാരുടെയും ആശീർവാദം കാരണം അവരുടെ ശിക്ഷണത്തിലാണ് ബ്രൈൽ ലിപിയൊക്കെ പഠിച്ചിട്ടുള്ളത്. മലപ്പുറം മഅദിൻ ഖുർആൻ കോളേജിൽ നിന്ന് 3.5 വർഷം നീണ്ട പരിശ്രമത്തിലൂടെയാണ് ഖുർആൻ മനഃപ്പാടമാക്കിയത്. കുവൈത്തിൽ നിന്നെത്തിച്ച ബ്രൈൽ ലിപിയിലുള്ള ഖുർആൻ വായിച്ചായിരുന്നു പരിശീലനം. വിശ്വാസികൾ ഉറ്റുനോക്കുന്ന പാരായണ മത്സരം ദുബൈയിൽ നടക്കുമ്പോൾ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് അകക്കണ്ണുകൊണ്ട് ഖുർആൻ ഹൃദയസ്ഥമാക്കിയ ത്വാഹ മഹബൂബുണ്ടായിരിക്കും മത്സരാർത്ഥിയായി. റമദാനിൽ ലോകം കാതോർക്കുന്ന ഖുർആൻ പാരായണ സംഗമത്തിൽ ഇന്ത്യയിൽ നിന്ന് പങ്കെടുക്കുന്ന ആദ്യത്തെ കാഴ്ചയില്ലാത്ത മത്സരാർത്ഥി ത്വാഹയാവും. ഞാൻ UAE-യിലേക്ക് പോകുന്നുണ്ട്. അവിടെ ഇന്റർനാഷണൽ ഖുർആൻ പാരായണ മത്സരമാണ്. അവിടെ 160 രാജ്യങ്ങളിലെ ആളുകളാണ് അവിടെ പങ്കെടുക്കുന്നത്. അതിൽ മികച്ച വിജയം നേടാൻ വേണ്ടിയാണ്. പാരായണത്തിലെ ശൈലിയിലും ത്വാഹ മറ്റുള്ളവരിൽ നിന്നും ഏറെ വ്യത്യസ്തനാണ്. അന്താരാഷ്ട്ര തലത്തിൽ നിലവിലുള്ള 15 പാരായണ വിദഗ്ധരുടെ ശൈലികൾ മുഹമ്മദ് ത്വാഹക്ക് സ്വായത്തമാണ്. ഖുർആൻ മനഃപ്പാടമാക്കിയവരുടെ രാജ്യാന്തര സംഗമത്തിൽ പണ്ഡിതരുടെ ചോദ്യങ്ങൾക്ക് ഹൃദയത്തിനകത്ത് സൂക്ഷിച്ച സൂക്തങ്ങളാൽ മറുപടി നൽകേണ്ടതുണ്ട്. 114 അധ്യായങ്ങളിലായുള്ള 6666 ഖുർആൻ സൂക്തങ്ങളിൽ ഏതിന്റെ നമ്പർ പറഞ്ഞാലും അത് പെട്ടെന്ന് മനസ്സിലാക്കി ത്വാഹ ഓതിക്കേൾപ്പിക്കും. ക്യാമ്പസിലും പള്ളിയിലും മധുരതമായി ബാങ്ക് വിളിക്കാനും ത്വാഹ വേണം. തനിക്ക് പിന്നാലെയെത്തിയ കുട്ടികളെ ഖുർആൻ പഠിപ്പിക്കാനും ത്വാഹ മുന്നിലുണ്ട്. ഓമച്ചുപുഴ വരിക്കോട്ടിൽ അബ്ദുള്ള ഹാജി മറിയം ദമ്പതികളുടെ 2ാമത്തെ മകനാണ് ത്വാഹ മഹബൂബ്. സൂഫി വര്യനും ഹാഫിലുമായ ഹാഫിൽ അബൂബക്കർ കുട്ടി മുസ്ലിയാർ ഓമച്ചപ്പുഴയുടെ പേരമകൻ കൂടിയാണ് ത്വാഹ. കുടുംബത്തിന്റെ ഖുർആനിക പാരമ്പര്യം നിലനിർത്തുക എന്ന മഹത്തായ ലക്ഷ്യമാണ് ത്വാഹയുടെ ഈ അപൂർവ നേട്ടത്തിന് പിന്നിൽ.
കെട്ടിച്ചമച്ച ആരോപണങ്ങളുമായി ലീഗ് സംസ്ഥാന സെക്രട്ടറി KPA മജീദ് എഴുതിയ ലേഖനം ലീഗിന് തന്നെ തിരിച്ചടിയാകുന്നു. പതിറ്റാണ്ടുകളായി മുസ്ലിം ലീഗും BJPയും സംഘപരിവാർ ശക്തികളും തമ്മിൽ നടത്തിയ അവിശുദ്ധ ബന്ധത്തിന്റെ ചുരുളുകളാണ് സോഷ്യൽ മീഡിയയിൽ കെട്ടഴിഞ്ഞു വീഴുന്നത്. തിരഞ്ഞെടുപ്പിലേറ്റ കനത്ത പരാജയത്തിന്റെ ജാള്യത മറച്ചുവെക്കാൻ ലീഗ് സംസ്ഥാന സെക്രട്ടറി KPA മജീദ് എഴുതിയ ലേഖനമാണ് സോഷ്യൽ മീഡിയയിൽ പുതിയ ചർച്ചകൾക്ക് വഴിമരുന്നിട്ടത്. മുൻകാലങ്ങളിൽ ലീഗ്, BJP, RSS തമ്മിലുള്ള ബന്ധങ്ങളെ തുറന്നു കാട്ടുന്നതാണ് സോഷ്യൽ മീഡിയയിലെ പോസ്റ്റുകൾ. സുന്നി സംഘടനകളെയും കാന്തപുരത്തെയും നിലവാരം കുറഞ്ഞ ഭാഷയിലും ശൈലിയിലും അധിക്ഷേപിച്ചുകൊണ്ട് മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി KPA മജീദ് പാർട്ടി മുഖപത്രത്തിൽ എഴുതിയ ലേഖനം അവജ്ഞയോടെ തള്ളിക്കളയുകയാണെന്ന് കേരള മുസ്ലിം ജമാഅത്ത് സംസ്ഥാന സെക്രട്ടേറിയറ്റ് പത്രക്കുറിപ്പിൽ അറിയിച്ചു. കേരളത്തിൽ മാറിവന്ന രാഷ്ട്രീയ ചുറ്റുപാടിൽ 140 മണ്ഡലങ്ങളിലും സുന്നി പ്രസ്ഥാനം സ്വീകരിച്ച നിലപാട് എന്തായിരുന്നുവെന്ന് കേരളീയ സമൂഹം കൃത്യമായി മനസ്സിലാക്കിയിട്ടുണ്ട്. വർഗീയ ഫാസിസ്റ്റ് ശക്തികളുടെ കടന്നുവരവ് ചെറുക്കുന്നതിന് മതേതര ശക്തികളെ വിജയിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ സ്വീകരിച്ച നിലപാട് തിരഞ്ഞെടുപ്പ് ഫലത്തിൽ പ്രതിഫലിച്ചിട്ടുണ്ട്. വർഗീയ ശക്തികളുമായി ഒരു രീതിയിലും അനുരഞ്ജനത്തിന് ഒരിക്കലും ശ്രമിച്ചിട്ടില്ല. ഈ തിരഞ്ഞെടുപ്പിൽ ചില മണ്ഡലങ്ങളിലും, മുമ്പ് വടകരയും ബേപ്പൂരുമടക്കമുള്ള മണ്ഡലങ്ങളിലും മുസ്ലിം ലീഗ് ആരുമായാണ് വോട്ട് കച്ചവടം നടത്തിയതെന്ന് ന്യൂനപക്ഷങ്ങൾക്കും പൊതുസമൂഹത്തിനും നന്നായി അറിയാം. ഈ തിരഞ്ഞെടുപ്പിൽ ലീഗിന് ഒന്നും സംഭവിച്ചിട്ടില്ലെന്ന് പറയുന്ന മജീദിനോട് സഹതാപമുണ്ട്. ഫലം ഈ രീതിയിലാണോ ലീഗ് വിശകലനം ചെയ്തത്? ഈ തിരഞ്ഞെടുപ്പിൽ കാന്തപുരത്തെ തേടി മർക്കസിലെത്തിയ ഡോക്ടർ MK മുനീർ മുതൽ PK ബഷീർ വരെയും സുലൈമാൻ മുസ്ലിയാരെ വന്നുകണ്ട PK കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ള ലീഗ് നേതാക്കളും വോട്ട് കച്ചവടത്തിനാണോ എത്തിയതെന്ന് മജീദ് വ്യക്തമാക്കണം. ലീഗ് സെക്രട്ടറി ഇപ്പോൾ സുന്നി പ്രസ്ഥാനത്തിനെതിരെ തിരിഞ്ഞതിൽ വ്യക്തമായ അജണ്ടകളുണ്ട്. പാർട്ടി സെക്രട്ടറി സ്ഥാനം നിലനിർത്താനെങ്കിലും ചിലരെ പ്രീതിപ്പെടുത്തേണ്ടതുണ്ട്. തിരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം ന്യൂനപക്ഷ വിഷയങ്ങൾ ഏറ്റെടുത്തു മുന്നേറിയപ്പോൾ വർഗീയ കക്ഷികളോട് പ്രീണന സമീപനം സ്വീകരിച്ചത് തങ്ങളുടെ തെറ്റാണെന്ന് തിരിച്ചറിയാനെങ്കിലും ലീഗിന് കഴിയണം. ഗുജറാത്തിലെ ഇരകൾക്ക് വീട് വെക്കാൻ പിരിച്ച പണത്തിന്റെ കണക്കുപോലും പറയാൻ കഴിയാത്തവരാണ് ഗുജറാത്തിലെ കാന്തപുരത്തിന്റെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളെ പരിഹസിക്കുന്നത്. കോടികളുടെ കണക്കും മോദി ബന്ധങ്ങളുമൊക്കെ കാലങ്ങളായി ശത്രുക്കൾ പ്രചരിപ്പിക്കുന്ന നുണക്കഥകളാണ്. അഖിലേന്ത്യാ മശായിഖ് ബോർഡിന്റെ ആഭിമുഖ്യത്തിലാണ് ഡൽഹി സൂഫി സമ്മേളനം നടന്നത്. ഡൽഹിയിൽ നടക്കുന്ന വലിയ സമ്മേളനത്തിൽ പ്രധാനമന്ത്രിയെ ക്ഷണിക്കുന്നത് സാധാരണമാണ്. ഈ സമ്മേളനത്തിൽ ഇന്ത്യയിലെ മതന്യൂനപക്ഷങ്ങൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ പ്രധാനമന്ത്രിയെ ബോധ്യപ്പെടുത്തിയിട്ടുമുണ്ട്. കോൺഗ്രസ് പ്രധാനമന്ത്രിമാരുടെ കാലത്തും ഇത്തരം സമ്മേളനങ്ങൾ നടന്നിട്ടുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയനെ കണ്ടപ്പോൾ സുന്നി നേതാക്കൾ ഉന്നയിച്ച പ്രധാന ആവശ്യം വർഗീയ ധ്രുവീകരണത്തിനെതിരെ ജാഗ്രത പാലിക്കണമെന്നതായിരുന്നു. വ്യാജ ആരോപണങ്ങൾ ഉന്നയിച്ച് സുന്നി സമൂഹത്തെ നിഷ്ക്രിയമാക്കാമെന്ന് കരുതുന്നവരോട് സഹതാപമേ ഉള്ളൂവെന്ന് സെക്രട്ടേറിയറ്റ് വ്യക്തമാക്കി. കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ അധ്യക്ഷത വഹിച്ചു. സയ്യിദ് ഇബ്രാഹിം ഖലീലുൽ ബുഖാരി, വണ്ടൂർ അബ്ദുറഹ്മാൻ ഫൈസി, പ്രൊഫസർ KMA റഹീം, N അലി അബ്ദുള്ള, അഡ്വക്കേറ്റ് AK ഇസ്മായിൽ വഫ, A സൈഫുദ്ദീൻ ഹാജി തുടങ്ങിയവർ സംബന്ധിച്ചു. BJPയുമായുള്ള സൌഹൃദം എന്ന ആരോപണം രാഷ്ട്രീയ ശത്രുക്കളെ ആക്ഷേപിക്കാനുള്ള ഒരു മാർഗമാണ് എന്ന നിലപാടിലേക്ക് വൈകിയെങ്കിലും മുസ്ലിം ലീഗ് എത്തിച്ചേർന്നതിനെ സ്വാഗതം ചെയ്യുന്നുവെന്ന് SSF സംസ്ഥാന സെക്രട്ടറി മജീദ് അരിയല്ലൂർ ഫേസ്ബുക്ക് കുറിപ്പിൽ പറഞ്ഞു. ഈ മാറ്റം രാഷ്ട്രീയ സത്യസന്ധത ഉള്ളതാണെങ്കിൽ BJP RSS പിന്തുണയോടെ ഇത്തവണ ജയിച്ച 5 മണ്ഡലങ്ങളിലെ MLAമാരെ രാജിവെപ്പിച്ച് ഉപതിരഞ്ഞെടുപ്പിനെ നേരിടാൻ ലീഗ് തയ്യാറാകണമെന്നും മജീദ് അരിയല്ലൂർ ആവശ്യപ്പെട്ടു. CM സെന്ററിന് കീഴിൽ ഈ വർഷം ആരംഭം കുറിച്ച ഗ്ലോബ് സ്കൂളിന്റെ ഉദ്ഘാടനം അഡ്വക്കേറ്റ് PTA റഹീം MLA നിർവഹിച്ചു. ധാർമ്മികതയിൽ ഊന്നിയ ഉന്നത വിദ്യാഭ്യാസം ലക്ഷ്യം വെച്ചുള്ള CM സെന്ററിന്റെ പ്രവർത്തനം ശ്ലാഘനീയമാണെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. പരിഷ്കരിച്ച ഡിജിറ്റൽ ലൈബ്രറി, സ്മാർട്ട് ക്ലാസ് റൂം, കമ്പ്യൂട്ടർ ലാബ് എന്നിവയുടെ ഉദ്ഘാടനം കാരാട്ട് റസാഖ് MLA നിർവഹിച്ചു. കേരള മെഡിക്കൽ എൻട്രൻസിൽ 38ാം റാങ്ക് നേടിയ CM സെന്റർ വിദ്യാർത്ഥി ബിലാൽ മുഹമ്മദിനുള്ള ഗോൾഡ് മെഡൽ PTA റഹീം MLA കൈമാറി. സ്ഥാപനത്തിന് കീഴിലെ ഐഫർ അക്കാദമിയിൽ പഠിച്ച് +2 പരീക്ഷയിൽ മുഴുവൻ വിഷയങ്ങൾക്കും A+ നേടിയ 4 വിദ്യാർത്ഥികൾക്കുള്ള ഷീൽഡുകൾ വിതരണം മടവൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ഹമീദ് മാസ്റ്റർ നിർവഹിച്ചു. SSLCയിൽ ഉന്നത ഗ്രേഡ് നേടിയ വിദ്യാർത്ഥികൾക്കുള്ള അവാർഡ് ഗ്രാമപഞ്ചായത്ത് മെമ്പർ നസ്തർ AP വിതരണം ചെയ്തു. പരിപാടിയിൽ വായോളി മുഹമ്മദ് മാസ്റ്റർ ആശംസാ പ്രസംഗം നടത്തി. മുസ്തഫ സഖാഫി മരഞ്ചാട്ടി സ്വാഗതവും ഫാസിൽ കുത്തുബി നന്ദിയും പറഞ്ഞു. ഭാരതത്തെ കോൺഗ്രസിൽ നിന്ന് മുക്തമാക്കി ഇനി മുസ്ലിങ്ങളില്ലാത്ത ഇന്ത്യയാണ് ലക്ഷ്യമെന്ന സാധ്വി പ്രാജി. വിശദാംശങ്ങൾ കരീം ഏലംകുളം നൽകുന്നു.
കോൺഗ്രസ് മുക്ത ഭാരതമെന്ന ലക്ഷ്യം നേടിയെന്നും ഇനി ഇന്ത്യയെ മുസ്ലിങ്ങളിൽ നിന്ന് മോചിപ്പിക്കുകയാണ് അടുത്ത ലക്ഷ്യമെന്നും VHP നേതാവ് സ്വാതി പ്രാച്ചി പറഞ്ഞു. അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങളിലാണിപ്പോൾ. രണ്ടു മതവിഭാഗങ്ങൾ തമ്മിൽ സംഘർഷമുണ്ടായ റൂർക്കി സന്ദർശിച്ചപ്പോഴായിരുന്നു പ്രാച്ചിയുടെ വിവാദ പ്രതികരണം. റൂർക്കിയിലുണ്ടായ സംഘർഷത്തിനിടെ കുൽവർ പ്രണവ് സിംഗ് MLAയുടെ വീട് ആക്രമിക്കപ്പെട്ടത് നേരത്തെ നടത്തിയ ഗൂഢാലോചനയുടെ ഭാഗമാണെന്നും സ്വാതി പ്രാച്ചി ആരോപിച്ചു. ഹരീഷ് റാവത്ത് സർക്കാരിന് പിന്തുണ പിൻവലിച്ച വിമത കോൺഗ്രസ് MLAയായ കുൻവർ പ്രണവ് സിംഗ് കഴിഞ്ഞ ദിവസം BJPയിൽ ചേർന്നിരുന്നു. വരുന്ന ഉത്തർപ്രദേശ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യോഗി ആദിത്യനാഥായിരിക്കും മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി. 300 സീറ്റുകളിൽ വിജയിക്കുമെന്ന് ഉറപ്പാണെന്നും പ്രാച്ചി പറഞ്ഞു. മുസ്ലിം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ രാജ്യദ്രോഹ നടപടികളാണ് നടക്കുന്നതെന്നും ഇവിടെ തെരച്ചിൽ നടത്തണമെന്നും അവർ അഭിപ്രായപ്പെട്ടു. രാജ്യത്ത് അസഹിഷ്ണുത വർദ്ധിച്ചുവരുന്നുണ്ടെന്ന് അഭിപ്രായപ്പെട്ട നടൻ ഷാറൂഖ് ഖാൻ പാകിസ്ഥാൻ ഏജന്റാണെന്ന് പ്രാച്ചി ആരോപിച്ചത് നേരത്തെ ഏറെ വിവാദം സൃഷ്ടിച്ചിരുന്നു. ന്യൂസ് ഡെസ്ക് KMIC ന്യൂസ്. കോഴിക്കോട് മലാപ്പറമ്പ് സ്കൂൾ AEO അടച്ചുപൂട്ടി. സ്കൂൾ പൂട്ടാനെത്തിയ AEOയെ സമരക്കാർ തടഞ്ഞില്ല. കോഴിക്കോട് മലാപ്പറമ്പ് സ്കൂളിലെ ക്ലാസുകൾ താൽക്കാലികമായി കലക്ടറേറ്റിലേക്ക് മാറ്റി. ഹൈക്കോടതിയുടെ ഉത്തരവ് പ്രകാരമാണ് സ്കൂൾ അടച്ചുപൂട്ടിയത്. പൂട്ടിയ നടപടി ഹൈക്കോടതിയെ അറിയിച്ച ശേഷം സ്കൂൾ സർക്കാർ ഏറ്റെടുക്കും. അതിനുശേഷം കലക്ടറേറ്റിൽ നിന്നും ക്ലാസുകൾ സ്കൂളിലേക്ക് മാറ്റും. സ്കൂൾ പൂട്ടുന്നതിനെ എതിർക്കേണ്ടെന്ന് സർവകക്ഷി യോഗത്തിൽ ധാരണയായിരുന്നു. മലാപ്പറമ്പ് AUP സ്കൂൾ ഏറ്റെടുക്കാൻ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചു. സ്കൂൾ ഏറ്റെടുക്കാൻ തയ്യാറാണെന്ന് സർക്കാർ കോടതിയെ അറിയിച്ചിരുന്നു. സ്കൂൾ പൂട്ടണമെന്ന വിധി നടപ്പാക്കിയ ശേഷം ഏറ്റെടുക്കൽ നടപടികളുമായി സർക്കാരിന് മുന്നോട്ടു പോകാമെന്ന് ഹൈക്കോടതിയും ഉത്തരവിട്ടിരുന്നു. രാവിലെ ചേർന്ന മന്ത്രിസഭാ യോഗമാണ് മലാപ്പറമ്പ് സ്കൂൾ ഏറ്റെടുക്കാനുള്ള സന്നദ്ധത കോടതിയെ അറിയിക്കാൻ തീരുമാനിച്ചത്. ഇതിന് നിയമ തടസ്സങ്ങളില്ലെന്ന് നിയമവകുപ്പ് സെക്രട്ടറി സർക്കാരിന് റിപ്പോർട്ട് നൽകിയിരുന്നു. എന്നാൽ സ്കൂൾ പൂട്ടാനുള്ള ഉത്തരവ് നടപ്പാക്കിയ ശേഷം മാത്രം ഏറ്റെടുക്കൽ നടപടികളുമായി സർക്കാരിന് മുന്നോട്ടു പോകാമെന്നായിരുന്നു ഹൈക്കോടതിയുടെ നിലപാട്. സെക്രട്ടേറിയറ്റിൽ ഫയൽ വെച്ചു താമസിപ്പിച്ച് ജനങ്ങളെ ദ്രോഹിക്കുന്നതും അഴിമതിയും അനുവദിക്കില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റ് ജീവനക്കാരോട് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. സ്വയം അഴിമതി മുക്തമാകുന്നതിനൊപ്പം മറ്റുള്ളവർ അഴിമതിക്കായി ഉപയോഗിക്കാതെ ശ്രദ്ധിക്കണമെന്നും മുഖ്യമന്ത്രി മുന്നറിയിപ്പ് നൽകി. പിണറായി വിജയനിലെ ഉരുക്കുമുഷ്ടിക്കാരനല്ല ഇന്ന് സെക്രട്ടേറിയറ്റ് ജീവനക്കാരോട് സംസാരിച്ചത്. എന്നാൽ മുഖ്യമന്ത്രിയിലെ കണിശക്കാരന് പറയാനുള്ളത് കൃത്യമായി പറഞ്ഞു. ജീവനക്കാരെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് തന്നെ ഭരണം ഉദ്യോഗസ്ഥർക്ക് വേണ്ടിയല്ല ജനങ്ങൾക്ക് വേണ്ടിയാണെന്ന് ഓർമ്മിപ്പിച്ചു. ഓരോ ഫയലിനെയും സമീപിക്കുന്നത് ആ ഫയലിനകത്ത് ജീവിതമാണുള്ളത് എന്ന ബോധത്തോടെയായിരിക്കണം. നെഗറ്റീവ് ഫയൽ നോട്ട് രീതി മാറി പോസിറ്റീവാകണം. സേവനം പ്രതീക്ഷിച്ചു വരുന്നവരെ ആദരിക്കുന്ന മനോഭാവം ഉണ്ടാകണം. ഓഫീസിലെത്തുന്നതിൽ കൃത്യതയും ജോലിയിൽ നിന്ന് ശ്രദ്ധ മാറിപ്പോകാതെ സ്വയം നിയന്ത്രണവും വേണം. ജീവനക്കാരോട് പ്രതികാരമോ രാഷ്ട്രീയം വെച്ചുള്ള നടപടികളോ സർക്കാരിൽ നിന്ന് ഉണ്ടാവില്ല. പക്ഷേ സ്വന്തം ജോലിയിൽ വീഴ്ച അനുവദിക്കില്ല. അനാവശ്യമായി കാലതാമസം വരുത്തുന്നവര് അതിന് മറുപടി പറയേണ്ടതായിട്ട് വരും. ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്ന പ്രവണതയും ആശാസ്യമായിട്ടുള്ളതല്ല. ഗവേണൻസ് ഫലപ്രദമായി നടപ്പാക്കി അതുവഴി സുതാര്യ കേരളം എന്ന ലക്ഷ്യം നേടും. സെക്രട്ടേറിയറ്റിന്റെ പ്രവർത്തന രീതികളിൽ മാറ്റം വരുത്തുമെന്നും ഇതിനുവേണ്ടി ജീവനക്കാരുടെ സംഘടനകളുമായി ചർച്ച നടത്തുമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ വ്യക്തമാക്കി. മലപ്പുറം ജില്ലയിൽ മുസ്ലിം ലീഗിന്റെ അടിത്തറ തകർന്നു തുടങ്ങിയെന്നതിന്റെ സൂചനയാണ് നിയമസഭാ തിരഞ്ഞെടുപ്പ് ഫലമെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ. സ്വന്തം കോട്ടയെന്ന് ലീഗുകാർ പറയുന്നിടത്താണ് ലീഗിന് ഈ തിരിച്ചടി. ഇതിൽ പരിഭ്രാന്തരായാണ് അവർ അക്രമം നടത്തുന്നത്. വളവന്നൂരിൽ ഹംസക്കുട്ടിയുടെ കൊലപാതകം ആസൂത്രിതമാണ്. സംഭവത്തിന് പിന്നിലുള്ള എല്ലാവരെയും നിയമത്തിനു മുന്നിൽ കൊണ്ടുവരാനുള്ള നടപടിയെടുക്കാൻ സർക്കാരിനോട് ആവശ്യപ്പെടും. മലപ്പുറത്ത് LDFന്റെ സ്വാധീനം വർദ്ധിച്ചതിലുള്ള അസഹിഷ്ണുതയാണ് അക്രമത്തിനു പിന്നിൽ. എല്ലാ മുസ്ലിങ്ങളും ലീഗല്ലെന്ന് ഇവർ മനസ്സിലാക്കണം. വിവിധ മുസ്ലിം സംഘടനകൾ തിരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തെ സഹായിച്ചിട്ടുണ്ട്. വർഗീയ ശക്തികളായ RSSും മുസ്ലിം ലീഗുമാണ് തിരഞ്ഞെടുപ്പിന് ശേഷം CPMനെതിരെ അക്രമം നടത്തുന്നത്. ഹംസക്കുട്ടിയെ ഇല്ലാതാക്കിയാൽ 1000 ഹംസക്കുട്ടിമാർ ഇനിയുമുണ്ടാകും. ഹംസക്കുട്ടിയുടെ കുടുംബത്തോടൊപ്പം എന്നും LDF പ്രവർത്തകരുണ്ടാകുമെന്നും കോടിയേരി പറഞ്ഞു. ഉമ്മൻചാണ്ടി UDF ചെയർമാനായി തുടരും. ഉമ്മൻചാണ്ടിയെ UDF ചെയർമാൻ സ്ഥാനത്ത് നിലനിർത്താൻ മുന്നണി യോഗത്തിൽ തീരുമാനം. PK കുഞ്ഞാലിക്കുട്ടിയാണ് യോഗത്തിൽ ഉമ്മൻചാണ്ടിയുടെ പേര് നിർദ്ദേശിച്ചത്. ജോണി നെല്ലൂർ പിന്താങ്ങി. ആദ്യമായാണ് UDF ചെയർമാൻ പദത്തിലും നിയമസഭാ കക്ഷിനേതൃ പദവിയിലും രണ്ടുപേർ വരുന്നത്. കോൺഗ്രസ് ഹൈക്കമാൻഡിന്റെ അനുമതി ലഭിച്ച ശേഷമായിരിക്കും ഔദ്യോഗിക പ്രഖ്യാപനമെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല അറിയിച്ചു. അതേസമയം UDF ചെയർമാനാകാൻ പൂർണ്ണ സമ്മതം അറിയിച്ചിട്ടില്ലെന്ന് ഉമ്മൻചാണ്ടി.
തന്റെ നിലപാട് കോൺഗ്രസ് ഹൈക്കമാൻഡിനെ ധരിപ്പിച്ചിട്ടുണ്ട്. ഹൈക്കമാൻഡ് തന്റെ അഭിപ്രായങ്ങൾ മനസ്സിലാക്കും എന്നാണ് പ്രതീക്ഷ. തോൽവിയിൽ ഉത്തരവാദിത്തമുള്ളവർ തുടരുന്നത് ശരിയല്ലെന്നാണ് നിലപാടെന്നും ഉമ്മൻചാണ്ടി പറഞ്ഞു. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. അകക്കണ്ണിന്റെ ഖുർആൻ വെളിച്ചം ലോകത്തിന് പകരാൻ ത്വാഹ മെഹബൂബ് UAE-യിലേക്ക്. അന്താരാഷ്ട്ര ഖുർആൻ പാരായണ മത്സരത്തിൽ 160 രാജ്യങ്ങളിൽ നിന്നുള്ളവർ പങ്കെടുക്കും. മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി KPA മജീദിന്റെ ലേഖനം ലീഗിന് തന്നെ തിരിച്ചടിയാകുന്നു. ലീഗ് RSS BJP ബന്ധം തുറന്നുകാട്ടി സോഷ്യൽ മീഡിയ. മജീദിന്റെ ലേഖനം അവജ്ഞയോടെ തള്ളിക്കളയുന്നുവെന്ന് മുസ്ലിം ജമാഅത്ത്. മലപ്പുറത്ത് ലീഗിന്റെ അടിത്തറ തകർന്നു തുടങ്ങിയെന്ന് കോടിയേരി ബാലകൃഷ്ണൻ. എല്ലാ മുസ്ലിങ്ങളും ലീഗല്ലെന്ന് മനസ്സിലാക്കണം. ഹംസക്കുട്ടിയുടെ കൊലപാതകം ആസൂത്രിതം. കോഴിക്കോട് മലാപ്പറമ്പ് സ്കൂൾ അടച്ചുപൂട്ടി. ഹൈക്കോടതി ഉത്തരവ് പ്രകാരമാണ് നടപടി. സ്കൂൾ സർക്കാർ ഏറ്റെടുക്കും. ജനങ്ങളെ ദ്രോഹിക്കുന്നതും അഴിമതിയും അനുവദിക്കില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഉമ്മൻചാണ്ടിയെ UDF ചെയർമാനാക്കാൻ മുന്നണി യോഗത്തിൽ തീരുമാനം. ഭാരതത്തെ കോൺഗ്രസിൽ നിന്ന് മുക്തമാക്കി. ഇനി മുസ്ലിങ്ങളില്ലാത്ത ഇന്ത്യയാണ് ലക്ഷ്യമെന്ന് VHP നേതാവ് സാധ്വി പ്രാചി. ഇതോടെ KMIC ന്യൂസ് ബുള്ളറ്റിൻ സമാപിക്കുന്നു. അടുത്ത ന്യൂസ് ബുള്ളറ്റിൻ സൗദി സമയം രാത്രി 10:30, തുടർന്ന് നാളെ വൈകിട്ട് ഇന്ത്യൻ സമയം 7 മണിക്ക്. ന്യൂസുകൾ അയക്കേണ്ട വിലാസം KMIC News Time @gmail.com. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.